നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ശക്തിയും പ്രൗഢിയും ധൈര്യവുമെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു ജീവിയുണ്ട്. അതാണ് നമ്മുടെ ദേശീയ മൃഗമായ കടുവ. കടുവയെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി പഠിച്ചപ്പോഴാണ് ഇത്രയധികം പ്രത്യേകതകൾ ഈ ജീവിക്കുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഓരോന്നായി ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. കടുവയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അവയുടെ ശക്തിയെക്കുറിച്ചാണ്. കടുവയുടെ ഭാരം 150 കിലോ തുടങ്ങി 250 കിലോ വരെ ആണെങ്കിലും ഇവയ്ക്ക് തൻ്റെ ശരീരഭാരത്തിൻ്റെ 3 മടങ്ങ് ഭാരം വലിച്ചു കൊണ്ടുപോകാൻ കഴിയും. 700 കിലോ വരെ തൂക്കമുള്ള കാട്ടുപോത്തിനെ വലിച്ചു കൊണ്ടുപോകുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയുടെ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടുവയുടെ പഞ്ച് പവറാണ്, അതായത് അടിച്ചിടാനുള്ള കഴിവ്. ഒരു പഞ്ചിന് 400 കിലോ വരെ പ്രഹരം നൽകാൻ കഴിയും. ഒറ്റ അടിയിൽ തന്നെ മൃഗങ്ങളുടെ എല്ലുകൾ തകർന്ന് അനക്കമില്ലാതെയാകും. മനുഷ്യനാണ് അടികൊള്ളുന്നെങ്കിൽ 5 മീറ്റർ വരെ ദൂരത്തേക്ക് തെറിച്ചു പോകും. ഇനി നമുക്ക് കടിയുടെ ശക്തി നോക്കാം. അതിനെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയും. PSI ആണ് ബൈറ്റ് ഫോഴ്സിനെ അളക്കാനുള്ള യൂണിറ്റ്. 1050 PSI ആണ് കടുവകളുടെ കടിയുടെ ശക്തി. മനുഷ്യൻ്റേതോ 160 PSI, അതായത് കടുവയുടെ 7 മടങ്ങ് കൂടുതലാണ് മനുഷ്യനേക്കാൾ. 10 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട് കോമ്പല്ലുകൾക്ക്. ഇരയുടെ മാംസത്തിലേക്ക് തുളച്ചു കയറി എല്ലുകളെ തകർക്കാൻ കഴിയും. കടുവയുടെ കാഴ്ചശക്തിയെക്കുറിച്ച് നോക്കാം. രാത്രിയിൽ മനുഷ്യനേക്കാൾ 6 ഇരട്ടി കാഴ്ചശക്തിയുണ്ട് ഇവയ്ക്ക്. പകൽ സമയത്ത് മനുഷ്യനേക്കാളും കാഴ്ചശക്തി കുറവാണ്. ടേപ്റ്റം ലൂസിഡം എന്ന ഒരു പ്രത്യേക പാളി കണ്ണിലുണ്ട്. ഇത് കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു. ഈ പാളി കാരണമാണ് രാത്രിയിൽ കടുവയുടെ കണ്ണുകൾ തിളങ്ങുന്നത്. കാഴ്ചയുടെ വ്യാപ്തി നോക്കുകയാണെങ്കിൽ 300 ഡിഗ്രി ആംഗിളിൽ കാണാൻ കഴിയും. മനുഷ്യൻ്റേത് 180 ഡിഗ്രിയേ ഉള്ളൂ. രാത്രിയിലാണ് ഇര പിടിക്കാൻ ഇറങ്ങുന്നത്. നല്ല ദൂരക്കാഴ്ചയുള്ള ശക്തിയുണ്ട്. അടുത്തത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കടുവയുടെ കേൾവിശക്തിയാണ്. അത് മനുഷ്യനേക്കാൾ 5 മടങ്ങ് അധികമാണ്. കടുവയ്ക്ക് ഇൻഫ്രാസൗണ്ട് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, അതായത് മനുഷ്യൻ്റെ കേൾവിശക്തിയുടെ പരിധിക്ക് താഴെയുള്ള ശബ്ദങ്ങൾ. ഇൻഫ്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ചെവികൾ 180 ഡിഗ്രി തിരിക്കാനുള്ള കഴിവ്. ഇത് തല അനക്കാതെ തന്നെ എല്ലാ ദിശയിലെയും ശബ്ദം മനസ്സിലാക്കാൻ കഴിയും. പൂച്ച വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ജീവികൾക്കും വെള്ളം ഭയമാണ്. എന്നാൽ കടുവ വെള്ളം ഇഷ്ടപ്പെടുന്നു. തുടർച്ചയായി 7 കിലോമീറ്റർ വരെ നീന്താൻ കഴിയും. വിശക്കുമ്പോൾ മീനുകളെ പിടിച്ച് ഭക്ഷിക്കാറുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് കടുവയുടെ ശരീരത്തിലുള്ള വരകൾ. മനുഷ്യരിലെ വിരലടയാളം പോലെയാണ് ഒരു കടുവയിലെ ശരീരത്തിലുള്ള വരകൾ. മറ്റു ഒരു കടുവയിലും അതുണ്ടാകില്ല. നമ്മൾ രോമങ്ങൾ വടിച്ചു കളഞ്ഞു നോക്കിയാലും തൊലിയിൽ ഈ വരകൾ കാണാൻ കഴിയും. ഈ രോമങ്ങൾക്ക് ചൂട് നിയന്ത്രിക്കാൻ മാത്രമല്ല മറഞ്ഞിരിക്കാനും സഹായിക്കുന്നു. അതായത് കടുവയുടെ പ്രധാന ഇരകളായ മാനുകൾക്ക് ഓറഞ്ച് നിറം തിരിച്ചറിയാൻ കഴിയില്ല, പകരം പച്ച നിറമായാണ് കാണുന്നത്. അതുകൊണ്ട് പുല്ലിനിടയിൽ കടുവ ഒളിച്ചിരിക്കുന്നത് മാനുകൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമോ കടുവക്കുട്ടികൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പൂർണ്ണമായും കാഴ്ചയില്ലെന്ന്? ആഴ്ചകൾ കഴിഞ്ഞാണ് ഇവയ്ക്ക് കാഴ്ച ലഭിക്കുന്നത്. 2 മാസം വരെ കുഞ്ഞുങ്ങളെ അമ്മ സുരക്ഷിതമായി വയ്ക്കും, അല്ലെങ്കിൽ മറ്റ് ആൺകടുവകൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയും. ഇതിന് കാരണമായി കണ്ടെത്തിയത് കുഞ്ഞുങ്ങൾ 2 വർഷം വരെ അമ്മയുടെ ഒപ്പം ഉണ്ടാകും. ഈ സമയത്ത് ഇണചേരാൻ അമ്മ തയ്യാറല്ല. ഇത് കുഞ്ഞുങ്ങളെ കൊല്ലാൻ കാരണമാകുന്നു. കടുവകൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇണചേരാൻ വേണ്ടി മാത്രമാണ് ഒരുമിക്കുന്നത്. കടുവയുടെ മൂത്രത്തിന് വെണ്ണ ചേർന്ന പോപ്കോണിൻ്റെ മണമാണ്. കടുവയ്ക്ക് മാൻ, കാട്ടുപോത്ത് തുടങ്ങിയവയുടെ ശബ്ദം അനുകരിക്കാൻ കഴിയും. മിക്കപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒക്കെ ശബ്ദമുണ്ടാക്കി ഇരകളെ തൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കും. കാട്ടിലെ മൃഗങ്ങളുടെ പ്രധാന പ്രശ്നം മുറിവിൽ കൂടെ ഉണ്ടാകുന്ന അണുബാധയാണ്. എന്നാൽ കടുവയുടെ ഉമിനീരിൽ വളരെ ഉയർന്ന തോതിൽ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ട്. ഇത് മുറിവുകൾ ഉണക്കുന്നു. അടുത്ത ഗുണം, കടുവയുടെ പാദങ്ങളുടെ അടിവശം മൃദുവായ കൊഴുപ്പ് കലർന്ന പാഡുകളുണ്ട്. അത് ശബ്ദത്തെ ആഗീകരണം ചെയ്യുന്നു. അതുകൊണ്ട് ഉണങ്ങിയ ഇലകളിലൂടെ ശബ്ദമില്ലാതെ നടക്കാൻ കഴിയും. സിംഹവും കടുവയും തമ്മിൽ പോരാടിയാൽ ആര് ജയിക്കും? ശരീരഭാരം, മസിലിൻ്റെ വലിപ്പം,
കടിയുടെ ശക്തി എല്ലാം നോക്കിയാൽ കടുവയാണ് മുന്നിൽ. ഏകദേശം 80% വിജയവും കടുവയുടേതാണ്. കടുവയും സിംഹവും ഒരേ ജീനസിൽപ്പെട്ട ജീവി ആയതുകൊണ്ട് ക്രോസ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാം. ഒന്ന് വിശദമായി നോക്കാം. ടൈഗാൺ, ഒരു ആൺപുലിയും പെൺസിംഹവും ചേർന്ന് ഉണ്ടാകുന്ന കുഞ്ഞ്. ലൈഗർ, ഒരു ആൺസിംഹവും പെൺപുലിയും ചേർന്നുണ്ടാകുന്ന കുഞ്ഞു. ഈ 2 കുഞ്ഞുങ്ങൾക്കും അടുത്ത തലമുറയുണ്ടാക്കാൻ കഴിയില്ല, വന്ധ്യതയുള്ളവരാണ്. 1972 കടുവയെ ദേശീയമൃഗമാക്കി സ്വീകരിച്ചത്. അതിനു മുൻപ് സിംഹമായിരുന്നു. ബംഗ്ലാദേശിൻ്റെ ദേശീയ മൃഗവും കടുവയാണ്. കടുവയ്ക്ക് 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയും. ചാടാനാണെങ്കിലോ ഒറ്റച്ചാട്ടത്തിൽ 30 അടി വരെ ദൂരത്തിൽ പറ്റും. നേരെ മുകളിലേക്ക് 3.5 മീറ്റർ പൊക്കത്തിൽ ചാടാനായി സാധിക്കും. കടുവയുടെ ഗർജനം 3 കിലോമീറ്റർ ദൂരത്തിൽ കേൾക്കാൻ സാധിക്കും. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം കടുവയുടെ ഷോർട്ട് ടേം മെമ്മറി മനുഷ്യനേക്കാൾ 30 മടങ്ങ് വരെ അധികമാണ്. കടുവയെക്കുറിച്ച് ഇത്രയൊക്കെ കേട്ടപ്പോൾ മനസ്സിലായില്ലേ കടുവയെ ദേശീയമൃഗമാക്കിയത് എന്തുകൊണ്ടും യോജിച്ച തീരുമാനമാണെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ശ്രമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക.